മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കാം. യെസ്. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിനും വിചാരകൻ ആക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. യജമാനൻ അവനോട്, വളരെ നല്ലത്, സമർത്ഥനും വിശ്വസ്തനുമായ ദാസ, നീ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നുവല്ലോ, ഞാൻ നിന്നെ അധിക കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും. വന്ന് നിന്റെ യജമാനന്റെ ആനന്ദത്തിൽ പങ്ക് ചേരുക. നമ്മൾ വായിച്ച വചനം ഒന്നുകൂടെ സിസ്റ്റർ വായിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, പറ്റുമ്പോൾ നിങ്ങളൊന്ന് ശബ്ദം ഉയർത്തി വായിച്ച്, സിസ്റ്റർ ഒന്ന് ലീഡ് ചെയ്ത് വായിച്ച്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. നല്ലവനും വിശ്വസ്തനുമായ ദാസന്, വെൽ ഡൺ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സൺ. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചോണം. ഇത് വിശുദ്ധ ബൈബിളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ്. ഇതെന്ത് പറഞ്ഞിട്ടാണ് 25-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിച്ച് സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്നത് വിളക്കെടുത്തുകൊണ്ട് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. 2-ാം വാക്യം വായിച്ചേ. അതിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പോൾ 2 പേരെ കാണുന്നുണ്ട്. ഒന്ന് ബുദ്ധിയുള്ള കൂട്ടർ, ഒന്നെന്താണ് ബുദ്ധിയുള്ള കൂട്ടർ, രണ്ടാമത്തത് ബുദ്ധി ഇല്ലാത്ത. ഒന്ന് വളരെ വയസ്സായിട്ടുള്ളൊരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. വളരെ സെൻസിബിൾ ആയ വയസ്സായ ആൾക്കാര്, പക്ഷെ ഫൂളിഷായ ബുദ്ധി ഇല്ലാത്തവരുണ്ട്. പ്രിപ്പയർ ആകാത്ത, കാര്യങ്ങളെ കരുതാകാത്ത, ബുദ്ധിയില്ലാത്ത ബാക്കി 5 പേര്. ഇവിടെ 2 പേരെ 2 ഗ്രൂപ്പിനെ കാണാം. പ്രത്യേകിച്ച് ഈ മത്തായിയുടെ സുവിശേഷം പരിശോധിക്കുമ്പോൾ 2 കൂട്ടം കാണാം. അതിൽ ഏത് നീ തെരഞ്ഞെടുക്കുന്നു അത് നിന്റെ ജീവിതം അനുഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുമ്പിലും അത് തന്നെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം വയ്ക്കുമ്പോൾ ഹല്ലേലൂയ, ഇരുട്ട് വെളിച്ചം, ദൈവത്തെയും മാമോനെയും, ഹല്ലേലൂയ, അല്ലെങ്കിൽ 2 യജമാനന്മാരെ നിങ്ങൾക്ക് ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരേ സമയത്ത് സേവിക്കും. ഏതെങ്കിലും ഒന്നിനെ നീ എന്ത് ചെയ്യണം? ഒന്ന് കർത്താവെങ്കിൽ കർത്താവിന്റെ കൂടെ, അല്ലെങ്കിൽ ഇരുട്ടിന്റെ മണ്ഡലമെങ്കിൽ ഇരുട്ടിന്റെ മണ്ഡലത്തിന്റെ കൂടെ. അതുപോലെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 2 വാതിലുണ്ട്, 2 വഴിയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ജീവനിലേക്കുള്ള വഴി, ഹല്ലേലൂയ, അത് ഇച്ചിരി ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വഴി. അപ്പുറത്തുണ്ട് നാശത്തിലേക്കുള്ള വിശാലമായ വഴി. അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവിടെ കണ്ടോ, വഴി വിശാലമായ ഒരു വഴിയുണ്ട്, പക്ഷെ അതിന്റെ അവസാനം എന്തായിരിക്കും? നാശമായിരിക്കും. പക്ഷെ ഇടുക്കമുള്ള, ഇച്ചിരി ഞെരുക്കമുള്ളതാ, പക്ഷെ അത് എന്തിലേക്കുള്ള വഴിയാ? ജീവന്റെ. അപ്പൊ അവിടെ 2 സംഭവം വരിക്കുന്നു, 2 വഴി കാണിക്കുന്നു. മറ്റേത് 2 യജമാനനെ കാണിക്കുന്നു. അതിലേതിലും ഒന്ന് നമ്മൾ സേവിക്കുന്നു. അടുത്ത് തന്നെ ഈ 7-ാം അധ്യായത്തിൽ, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും 2 പണിയെ കാണിക്കുന്നു. അതായത് ഒന്ന് ആഴത്തിൽ കുറിച്ച് പാറമേൽ പണിത്, അതായത് വചനം കേട്ട് അനുസരിച്ച് ക്രിസ്ത്യ ജീവിതം പണിയുന്ന ഒരു അടിസ്ഥാനം, ആ പണിയെ കാണിക്കുന്നു. അപ്പോൾ തന്നെ രണ്ടാമതൊരു കൂട്ടരെ പണി കാണിക്കുന്നു, ഒരു ജീവിതാനുഭവത്തെ കാണിക്കുന്നു. വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അനുസരിക്കുന്നില്ല. അവന്റെ ജീവിതത്തിൽ പണി നടക്കുന്നുണ്ട്, പക്ഷെ മണലിന്റെ മേലുള്ള പണി, മണലിന്റെ മേൽ കെട്ടിപ്പൊക്കുന്ന പണി. ഈ പണിയുടെ പ്രത്യേകത, കാറ്റടിക്കും, വൻമര ചൊരിയും, നദിയിലെ വെള്ളം പൊങ്ങുമ്പോൾ മണലിൽ കെട്ടിപ്പൊക്കിയത് എത്രയും പെട്ടെന്ന് തകർന്നു വീരും, നാശത്തിൻ്റെതായി തീരും. പക്ഷെ വചനം കേട്ട് അനുസരിക്കുന്നവൻ, അവിടെ പണിഞ്ഞു ഉയർത്തുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നതായി തീരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 2 യജമാനൻ, ഒന്നിനെ തിരഞ്ഞെടുക്കുക. 2 വഴി, ഒന്നിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. 2 രീതിയിലുള്ള പണി ഏതെന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് നമ്മുടെ തീരുമാനമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഇവിടെ 2 കൂട്ടരെ കാണാം. അതിലേത് കൂട്ടരാകണം എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതായത് ഹല്ലേലൂയ, സ്വർഗരാജ്യം മണവാളനെ എഴുന്നേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകന്മാരോട് സദൃശമാകാം. അതിൽ 5 പേര് ബുദ്ധിയുള്ളവര്, അടുത്ത 5 പേര്
ബുദ്ധിയില്ലാത്തവർ. ഇനി വേഗത്തിൽ വായിച്ചു. ബുദ്ധിയില്ലാത്തവർ എന്താണ് ബുദ്ധിയില്ലാത്തവർ എന്ന് വരെ പറയുന്നത്? അവർ വയസ്സല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഫൂളിഷ് എന്ന് പറയാൻ കാരണം എന്താ? അവർ വിളക്കെടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ ബുദ്ധിയുള്ളവര് വിളക്ക് മാത്രമല്ല, വിളക്ക് വീണ്ടും കത്തി നിൽക്കാൻ ആവശ്യമായ എന്തോ കൂടെ എടുത്തു, എണ്ണയും കൂടെ എടുത്തു. ബുദ്ധിയില്ലാത്തവരോ വിളക്ക് കിട്ടി, പക്ഷെ എന്തില്ല, അധികം നാള് കത്തി നിൽക്കത്തില്ല. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? വിളക്കിന് കൂടെ. അവർക്കറിയാം മണവാളൻ ഇപ്പൊ വരുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. മണവാളന്റെ സമയത്ത് വരും. മണവാളം വരുമ്പോ എല്ലാവരും എന്ത് ചെയ്തു? ഇതുകൊണ്ട് കർത്താവ് ഒന്നില്ലല്ലോ, ഇതൊന്നും മയക്കം. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് മയക്കം വരാൻ സാധ്യതയുണ്ട്. അടുത്തത് അർദ്ധരാത്രിക്കോ മണവാളം വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രിയായപ്പോ മണവാളം വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നുള്ള ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീരെന്ന് പറഞ്ഞു. അവര് പറയാണ്, അയ്യോ ഞങ്ങളുടെ വിളക്ക് ഇപ്പൊ തീർന്നു പോകും, ഞങ്ങൾക്ക് എണ്ണയില്ല, ഞങ്ങൾക്ക് ഇച്ചിരി എണ്ണ വേണം. അതിനെന്താ ആൻസർ? ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടച്ചു. അടുത്തത് അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പി. മോനെ 10-ാമത്തെ വചനം ഒന്ന് കാണിക്കണമേ. 10-ാമത്തെ വചനം. ഹല്ലേലൂയ. 10. മണവാളം വരുമ്പോൾ ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് വന്നു. പിന്നെന്ത് ചെയ്തു? വാതിൽ അടച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഈ ഭൂമിയിൽ പഠിച്ച പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയില്ലയോ, വേണ്ട, സെക്കൻഡ് ചാൻസ് ഉണ്ട്. എക്സാമിന് മാർക്ക് കുറവാണോ, വീണ്ടും എഴുതാം. റിപ്പീറ്റ് ഉണ്ട്, വീണ്ടും പരീക്ഷയുണ്ട്. ഒരു ബസ് കിട്ടിയില്ലയോ, അടുത്ത ബസ് ഉണ്ട്. ട്രെയിൻ മിസ്സായോ, അടുത്തതുണ്ട്. ഫ്ലൈറ്റ് മിസ്സായോ, 24 മണിക്കൂറിനാവും വീണ്ടും അടുത്ത ക്രമീകരണം ചെയ്യാം. ജീവിതത്തിലെ പരീക്ഷ തോറ്റോ, വീണ്ടും എഴുതാം. എന്തെങ്കിലും നഷ്ടപ്പെട്ടോ, അടുത്ത് വീണ്ടും തുടങ്ങാം. പലതിനും സെക്കൻഡ്, തേർഡും 3ഉം 4ഉം 5ഉം ചാൻസുകളുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ചാൻസ് ഇല്ലാത്തൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മണവാളൻ വന്ന് വാതിൽ അടച്ചാൽ രണ്ടാമത് തുറക്കത്തില്ല. ഹല്ലേലൂയ. ഈ കൃപയുടെ കാലയളവിൽ ദൈവം ഒരുങ്ങാനും കാത്തിരിക്കാനും എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കാനും ദൈവം ഒരവസരം തരുമ്പോ അത് ഒരുങ്ങാതിരിക്കരുത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നു, നാളും നാഴികയും അറിയാത്തതുകൊണ്ട് ഉണർന്നും പ്രിപ്പയറായി ഒരുങ്ങി ജീവിക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇച്ചിരി എണ്ണ തരണമെന്നോ. അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നാൽ നിങ്ങൾക്കും പറ്റത്തില്ല, നിങ്ങൾക്കൂടെ കിട്ടത്തില്ല, നിങ്ങൾ വേണേ എവിടെ പോയി വാങ്ങിച്ചോ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്തിമ നിമിഷത്തിൽ ഒപ്പിച്ചെടുക്കുന്ന നല്ല ഈ ഒരുക്കം അനുദിനം കർത്താവുമായുടെ ബന്ധത്തിൽ ഒരുങ്ങി നിൽക്കുന്നതാണ് ഒരുക്കം. ഹല്ലേലൂയ. ദൈവം ഒരു ദീപം നമ്മുടെ ഉള്ളിൽ കത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ധകാരത്തിലായിരുന്നു നമ്മുടെ അകത്തൊരു ദീപം കത്തിച്ചിട്ടുണ്ട്. അത് വീണ്ടും കത്തി ക്രിസ്തുവിന്റെ വരവോളം നിൽക്കാൻ ആവശ്യമായ ആത്മനിറവും പ്രാർത്ഥനയും വാചനവും കൊണ്ട് നിറച്ച് ഒരുങ്ങി കാത്തിരിക്കുക. മയക്കം പിടിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ലുക്കിംഗ് ഇൻടു ജീസസ് സഭയോട്, ഓരോ മക്കളോടും ദൈവമായി ദൂത് പറയുന്നു, ഈ 7-ാം മാസം കടന്നു പോകാൻ സമയമായി. വിശ്വാസിയെ, മയക്കം പിടിക്കരുത്. നിന്റെ അകത്തൊരു ദീപമുണ്ട്, നിന്റെ കയ്യിലൊരു ദീപമുണ്ട്. അത് കത്തണം, അതും കെട്ടുപോകരുത്. മയക്കം പിടിക്കരുത്. ക്രിസ്തീയ ജീവിതം അലംഭാവം കാണിക്കരുത്. ആത്മാർത്ഥമായി പറയാം, ഒരു കൂട്ടു സഹോദരൻ നിലയിൽ, ഒരു ദൈവദാസ നിലയിൽ, ആത്മീയ പിതാവ് എന്ന നിലയിൽ അധികാരത്തോടെ പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ മയക്കം പിടിക്കരുത്. വെറുതെ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊന്നും ഇറങ്ങി തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എങ്ങനെങ്കിലൊക്കെ ജീവിച്ച പോരെ. കർത്താവിനെ അറിഞ്ഞ് ഇരുട്ടുമാറി അകത്തൊരു ദീപം കിട്ടിയെങ്കിൽ മയക്കം പിടിച്ച് എങ്ങനെങ്കിലും അലക്ഷ്യമായി ജീവിക്കാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നീ കത്തി ജ്വലിക്കണോ. പ്രിപ്പയർ ആകുക.
മണവാളം വരുന്നത് എപ്പോഴാന്നറിയത്തില്ല. ഒരുങ്ങിയിരിക്കുക, വയസ്സായിരിക്കുക, ബുദ്ധിയോടെ നമ്മൾ ജീവിക്കുക. അവസാന നിമിഷം എണ്ണ വാങ്ങിക്കാം, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പ്രിപ്പറേഷൻ അവസാന സമയത്തുള്ളതല്ല, അനുദിനം ഒരുങ്ങി ഒരുങ്ങി കാത്തിരിക്കുന്നതാണ് മണവാട്ടി. നമ്മൾ എത്ര കല്യാണം കണ്ടിട്ടുണ്ട്? കല്യാണത്തിന് അന്ന് രാവിലെ ആരെങ്കിലും അതിനുവേണ്ടി അതും ഇതും ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള പറയാം അവന് തലയ്ക്ക് വല്ല എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ബോധവും ഇല്ലയോ എന്ന് ചോദിക്കും. സാധാരണ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നത്. നീണ്ട നാളുകൾ നമ്മൾ ഒരുങ്ങും. മണവാളനായാലും മണവാട്ടിയായാലും ഒരുങ്ങും. എന്താ? കാരണം ആ സമയത്ത് നടക്കുന്ന കേസല്ല ഇത്. ഇതുപോലെ ഒരു ഒരുക്കം ജീവിതത്തിൽ വേണം. അകത്തൊരു ദീപമുണ്ട്. എണ്ണ തീർന്നു പോകരുത്. ആ കത്തി നിൽക്കുന്നത് കത്തി നിൽക്കണം. ആ യജമാനന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന, ആ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം ഉണ്ട് കർത്താവുമായിട്ട്. അതിനു വേണ്ടി നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ഉറക്കെ പറ, ബുദ്ധിയുള്ളവരായിരിക്കണം. ബുദ്ധിയുള്ളവൻ ഒരുങ്ങി നിൽക്കും. ബുദ്ധിയുള്ളവൻ ഒരുങ്ങി നിൽക്കും. ബുദ്ധിയുള്ളവൻ ഒരുങ്ങി നിൽക്കും. അയ്യോ, വെറുതെ നമ്മൾ ജീവിക്കാനല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ക്രിസ്തു വിശ്വാസിയോടും പറയുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവം പകർന്ന ദീപത്തെ കത്തണം ക്രിസ്തുവിന്റെ വരവോളം. നാളും നാഴികയും നമുക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, കർത്താവിന്റെ വരവുണ്ട്. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഹല്ലേലൂയ നാം ഒരുങ്ങിയിരിക്കുന്നവരായി മാറണം. എഫേസ്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം, എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 9 to താരോട്ട് ഒന്ന് ആ വാക്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്നേ മരിച്ചോടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. 5:9 ഒന്ന് വായിച്ചു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളിയിൽ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നേ മരിച്ചോടെ ഇടയിൽ നിന്നും നീ എന്ത് ചെയ്യാ? മരിച്ചോടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണം. ആ തേജസ് വെളിപ്പെട്ട് കാണണം. നീ ഉറങ്ങാതെ എഴുന്നേൽക്ക. ക്രിസ്തീയ ജീവിതം മാടി ഉറങ്ങിപ്പോകാനല്ല, ദീപത്തെ കത്തിക്കണം. കത്തി നിൽക്കേണ്ടത് വേണ്ടി ചെയ്യണം. നമ്മളൊരു തീ വന്നാൽ അത് കത്തി നിൽക്കാൻ എന്തോ ചെയ്യും? ഒന്ന്, തീ അങ്ങോട്ട് നമ്മൾ കത്തിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ അണയായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കാറ്റ് വരാതിരിക്കാൻ എന്ത് ചെയ്യും? കവർ ചെയ്യും. 2, കത്തി നിൽക്കാൻ പെട്രോളോ കർപ്പൂരമോ ഇങ്ങനത്തെ മണ്ണെണ്ണയോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്പം ഒഴിച്ചു കൊടുത്ത് ഇട്ട് നമ്മൾ ഊതി എന്ത് ചെയ്യും? കത്തിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചിലത് നമ്മളൊന്ന് ആഡ് ചെയ്യണം. കർത്താവ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്താൽ ഇത് എഴുന്നേറ്റാൽ, നീ ഉറക്കം മാറിയാൽ ക്രിസ്തു നിന്നിൽ പ്രകാശിക്കും. ഇനി 15, ജ്ഞാനിയായിട്ട് ജീവിക്കണം. ആകയാൽ സൂക്ഷ്മത്തോടെ ഫൂളിഷായിട്ടല്ല, ജ്ഞാനികളായി വയസ്സായിട്ട് നടപ്പാൻ. അപ്പൊ എങ്ങനെ നടക്കണം? ജ്ഞാനികളെ, ബുദ്ധിയുള്ളവരെ പോലെ ആയിരിക്കണം. അടുത്തത്, ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ടൈം തക്കത്തിന്. ഇതെന്തോ കാലമാണ്? നാളെ ഇങ്ങനൊരു സമയം നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ എന്തോ ചെയ്യണം? ഉപയോഗിക്കും. മറ്റവർ ആ സമയത്ത് അവർക്കറിയാം മണവാളം വരെ താമസിക്കും. അവർ ഉപയോഗിച്ചു. എണ്ണ എന്ത് ചെയ്തു? അധികം കരുതി. 17 വായിച്ച് 17 മനോഹരമായ വചനം. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു. കണ്ടോ? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു. അപ്പൊ നാളും നാഴികയും അറിയാത്തത് നമ്പർ 1. ഒന്ന്, വയസ്സായിട്ടൊരു ജീവിതം, ബുദ്ധിയുള്ളൊരു ജീവിതം. അടുത്തതാണ് ഇന്നത്തെ മെസ്സേജ്. എത്രത്തോളം പറയാൻ പറ്റും അത്രത്തോളം മാത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. ഫെയ്ത്ത്ഫുൾ, വിശ്വസ്ത. ഇനിയാണ് അടുത്തതാണ് വിശ്വസ്ത. 1, ജ്ഞാനിയായിട്ട് ജീവിക്കുക, വയസ്സായിട്ട് ജീവിക്കുക. 2, വിശ്വസ്തനായി ഫലമുള്ളവനായി ജീവിക്കുക. അതാണ് 2. ഫെയ്ത്ത്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ. അതാണ് അടുത്തത്. ഇന്നത്തെ മെസ്സേജ് ഇതാ. വിശ്വസ്തനായി
ഫലമുള്ളവനായിരിക്കാം. ഫെയ്ത്ത്ഫുൾ ആകാ, ഫ്രൂട്ട്ഫുൾ ആകാ. ഹല്ലേലൂയ. അതിനാണ് ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഒരു കഥ പോലെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് കണ്ണുകൾ ബൈബിളോട്ട് വായിക്കേണ്ടവർ ബൈബിളോട്ട് നോക്കണം. സ്ക്രീനിലോട്ട് എന്തെങ്കിലും കാരണവശാൽ ബൈബിൾ കൊണ്ടുവരാത്തവർ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കണം. നമ്മൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇനിയാണ് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണം. എല്ലാവരും ഒരു മനുഷ്യൻ പരദേശത്തെ പോകുമ്പോൾ, ഒരു മനുഷ്യൻ അടുത്ത ദേശത്തേക്ക് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു. താൻ ഒരു ജേർണി പോവുകയാണ്. തന്റെ അടിമകളെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. തന്റെ സമ്പത്ത് അവരെ ഞാനൊന്ന് പോവുകയാണ്, യാത്ര പോവുകയാണ്. തന്റെ സമ്പത്തെല്ലാം എന്ത് ചെയ്തു? കുറച്ച് സമ്പത്തുണ്ട്, കുറച്ച് രൂപ, നമ്മുടെ ഭാഷ കുറച്ച് രൂപയുണ്ട്, അതങ്ങോട്ട് ഏൽപ്പിക്കാൻ പോകും. ഒരുവന് 5 താലന്ത്. ഒരുവന് എന്തു ചെയ്തു? ഒരു ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയാണ്? 5 താലന്ത്. 5 താലന്ത് പറയുമ്പോൾ ഒത്തിരി അതിന്റെ അകത്ത് അർത്ഥം അതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അതില് ഒരാട് ഒരു ദിവസം അന്നത്തെ വേതനത്തിന്റെ അനേക വർഷങ്ങളുടെ സമ്പാദ്യം എന്നാണ് പറയുന്നത്. ഒരു കണക്ക്, ഒത്തിരി കണക്കുണ്ട് ബൈബിളിൽ, ഒത്തിരി കണക്കുണ്ട്, ചരിത്രത്തിൽ ഒരു കണക്കുണ്ട്. ഒരു കണക്ക് പറയുന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി കണക്കാക്കുമ്പോൾ അന്നത്തെ ഇത് കണക്കായിട്ട് ഒരു കണക്ക് ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം വരും ഒരു താലന്ത്. എത്ര വരും? ഒരു താലന്ത് എന്ന് പറയുമ്പോ ഇന്നത്തെ കണക്ക് കൂട്ടി വരും, എല്ലാം ഏകദേശമാണ്. ഒരു 13 ലക്ഷത്തോളം വരുന്ന ഒരു കണക്ക് പറയാണ്. അങ്ങനെ അതാണ് ഒരു താലന്ത്. അപ്പൊ അതേപോലെ ഒരുത്തിന് എത്ര കൊടുത്തു? 5. അപ്പൊ നമ്മുടെ ഒരു 10-65 ലക്ഷത്തിൽ പുറത്തുള്ള ഒരു എമൗണ്ടിന്റെ ഒരു സംഭവം അല്ല, അതിന്റെ ഒരു പോർഷൻ. അതിനെന്ത് ഒരുത്തിന് പിടിച്ചെന്ത് കൊടുത്തു? 5 താലന്ത് കൊടുത്തു. ഒരുവന് 2. അടുത്തവനെ വിളിച്ച് എത്ര കൊടുത്തു? 2 താലന്ത് കൊടുത്തു. ഒരുവന് 1. ഒരുവന് 1. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. അവന്റെ കപ്പാസിറ്റി അനുസരിച്ച്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതനുസരിച്ച്, റെസ്പോൺസിബിൾ ആവുന്നതനുസരിച്ച് 5ഉം 2ഉം 1ഉം ഒക്കെ വിളിച്ച് നമ്മൾ എനിക്ക് 1 കൊടുത്തുള്ളല്ലോ. 1 അല്ല, 1 പറഞ്ഞ എമൗണ്ടാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇന്നത്തെ ഒരു 13.5 ലക്ഷത്തി സംതിങ് എമൗണ്ട് വരുന്ന ഒരു എമൗണ്ട് ആണ്. അതിന്റെ ഒരു കണക്ക് കൂട്ടൽ വരുന്നു. ഒരുത്തന്റെ തന്നെ ഒരു 13 ലക്ഷം ഉണ്ട് ഒരു താലന്ത് എന്ന് പറയുമ്പോൾ. അപ്പം ആലോചിച്ച് നോക്കി. അപ്പം ആ 1 കിട്ടിയവനും നല്ലൊരു എമൗണ്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം തന്റെ സ്വത്ത് ഞാൻ പരദേശത്തേക്ക് പോവുകയാണ്, ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് നോക്കാൻ പറ്റില്ല, നിങ്ങൾ നോക്കണം. 5 അങ്ങോട്ട് കൊടുത്തു, വേറൊരുത്തിന് 2 കൊടുത്തു, വേറൊരുത്തിന് 1 കൊടുത്തു. അവന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് എന്ത് ചെയ്തു? കൊടുത്ത് ഈ യജമാനൻ എന്ത് ചെയ്തു? യാത്ര പുറപ്പെട്ടു. on his journey. 5 താലന്ത് ലഭിച്ചവൻ, ഈ 5 കിട്ടിയവനുണ്ട്. ആദ്യം നല്ല എമൗണ്ട് കിട്ടിയ 5 കിട്ടിയ, നമ്മുടെ ഭാഷയിൽ നമ്മുടെ കണക്കിൽ 10-65 ലക്ഷത്തിൽ പുറത്ത് രൂപ കിട്ടിയവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു. അവൻ അതിനെ വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. ബിസിനസ് ചെയ്തു. ഹല്ലേലൂയ. വ്യാപാരം ചെയ്തു, 5 ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അവൻ അതിന് ചെയ്ത് ട്രേഡ് ചെയ്ത് എന്ത് ചെയ്തു? 5ഉം കൂടെ എന്ത് ചെയ്തു? സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. അടുത്ത 2 കിട്ടിയവൻ എന്ത് ചെയ്തു? 2ഉം കൂടെ വ്യാപാരം ചെയ്തു. ഹല്ലേലൂയ. ട്രേഡ് ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. അത് ട്രേഡിങ് ചെയ്തു. അതിന് എന്ത് ചെയ്തു? അടുത്ത് ചെയ്തു. അവൻ എന്ത് ചെയ്തു? അവൻ എത്ര കൂടെ ഉണ്ടാക്കി? അടുത്ത 2ഉം കൂടെ എന്ത് ചെയ്തു? അപ്പൊ 5 കിട്ടിയവൻ എന്ത് ചെയ്തു? 2 കിട്ടിയവൻ എന്ത് ചെയ്തു? അടുത്തത് ശ്രദ്ധിച്ചു. അടുത്ത് 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചിട്ട് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ കുഴി കുഴിച്ച് അതോടെ 1 കിട്ടിയവൻ എന്ത് ചെയ്തില്ല? വിശ്വസ്തത കാണിച്ചില്ല. അവൻ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. യജമാനന്റെ ദ്രവ്യം എന്ത് ചെയ്തു? മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു. അപ്പൊ യജമാനൻ കണക്ക് തീർത്തു. യോ, ഞാൻ കുറച്ച് നാളത്തേക്ക് പോയേക്ക് വരാം, നിങ്ങൾക്ക് കണക്ക് വന്നു. അപ്പൊ 5 താലന്ത് കിട്ടിയവൻ അടുക്ക വന്നു, വേറെ 5 കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്. യജമാനെ, അങ്ങ് എനിക്ക് 5 താലന്തല്ലയോ ഏൽപ്പിച്ചത്? ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 കിട്ടിയവൻ പറഞ്ഞു, എനിക്ക് 5 തന്ന, ഞാൻ ട്രേഡ് ചെയ്തു, വ്യാപാരം ചെയ്തു, ഞാൻ 5ഉം കൂടെ യജമാനൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 5ഉം കൂടെ ഇപ്പൊ എത്രയായി? 10ആയി. ഹല്ലേലൂയ. അത് ഞാൻ യജമാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനിയാണ് ആ വാക്ക് 21 നമ്മൾ വായിച്ചത്. അതിന് യജമാനൻ നന്ന്, well done, നല്ലവനും വിശ്വസ്തനുമായ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിലും വിചാരനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ?
ഇതുമായി ചെന്നപ്പോ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനായ ദാസൻ. നീ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, നീ വിശ്വസ്തനായിരുന്നു, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞ് നീ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തത എന്ന് പറയുമ്പോൾ അത് സൂക്ഷിക്കുക മാത്രമല്ല, വിശ്വസ്തതയ്ക്കകത്തൊരു ഫലമുണ്ട്. വിശ്വസ്തതയ്ക്കകത്ത് എന്തുകൊണ്ട്? യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്നു. വെൽഡൻ പറയുന്ന എപ്പോഴാണ്? ഫലം പുറപ്പെടുമ്പോഴാ. ഹല്ലേലൂയ. മറ്റവൻ പതിവ് ഒരു താലന്ത് നശിപ്പിച്ചില്ല, അവൻ കുഴിച്ചിട്ടു, പക്ഷെ ഫലം അതിന്റെ അകത്തുള്ള. ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തൊരു ഫ്രൂട്ട്ഫുൾ ഫലവും കൂടെ ഉളവാകുന്ന ജീവിതത്തിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെയും ദൈവം അതാ വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവ് എന്നെ വിളിച്ചു, ഞാൻ സമയത്തിന് നല്ല നന്മ കൊടുക്കുന്നുണ്ട്, ഞാൻ തൈത്ത് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചർച്ചയ്ക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഞാൻ കർത്താവിനെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല, അത്യാവശ്യം ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട്, ശരിയാണ്. ആ കാര്യങ്ങളൊക്കെ ഒരു വിശ്വസ്തത കാണിച്ചു, പക്ഷെ അത് പലതും കുഴിച്ചിടുന്നതിന് തുല്യമാണ്. നിന്നെ വിളിച്ചത് അതുകൊണ്ട് തീരാനല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്ന് കേൾക്കാനാണ് ദൈവം തന്നത്, ഫലമുള്ളവാക്കാൻ. അടുത്തവൻ വന്ന് പറഞ്ഞു, അത് സമയം പോകുന്നത് ഷോർട്ടാണ്. അടുത്തവൻ 2 കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? 2 കൂടെ നേടി. അവനെയും വിളിച്ച് ഇത് തന്നെയാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇനി താരോട്ടൊന്ന് വായിക്കുമ്പോ ഒരു താലന്ത് കിട്ടിയ, പെട്ടെന്നൊന്ന് വായിച്ച് 24 വായിച്ചു. യജമാനനെ, നീ വിതയ്ക്കാത്തടത്തു നിന്നും കൊയ്യുകയും വിതറാത്തടത്തുനിന്നും ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെടുന്നു. ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ച്. ഞാൻ നിന്റെ താലന്ത് നിറച്ച് മറച്ചു വെച്ചു. 26 വെച്ചു. 26. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്. അതിന് യജമാനൻ എന്താ പറഞ്ഞു? അവനോട് എന്താ പറഞ്ഞത്? ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തിടത്തു നിന്നും കൊയ്യുകയും വിതറാത്തിടത്തുനിന്നും. അലംഭാവം കാണിച്ചവനെ. ഇത് തന്നെയാണ് 5 കന്യകമാര് കാണിച്ചത്. ഉറക്കം പിടിച്ച് മടവാനും പേര് എപ്പോ പേര് അതറിയത്തില്ല, എണ്ണ കരുതിയില്ല, ഉറക്കം പിടിച്ച് കാണിച്ച മടിയനായ ദുഷ്ടനായ ദാസനെ അവൻ നശിപ്പിച്ചോ? നശിപ്പിച്ചില്ല, ഒന്ന് അവിടെ കിടന്നു. പക്ഷെ അതിനല്ല ദൈവം തന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. താരോട്ട് വായിക്കുമ്പോ അവന്റെയും കൂടെ എടുത്ത് മറ്റവന് കൊടുത്തു. ഇനി നിന്റെ ഇല്ല, ബാക്കിയും കൂടെ എടുത്ത് താരോട്ട് പിടിച്ചെന്ന് വായിച്ച. അപ്പൊ ഇതിൽ എന്താ ഇന്ന് മെസ്സേജ് എന്നറിയാം? നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശ്വസ്തത ഉണ്ടാവാൻ ദൈവം ആഗ്രഹിച്ചു. നമുക്ക് അതിനു വേണ്ടി സമർപ്പിക്കണം. നമ്മളെ വിളിച്ചത് ആരാന്നറിയാം? ബൈബിൾ പറയുന്നു, വിശ്വസ്തനായ ദൈവമാണ് തന്നെ നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തൻ. ആക്ച്വലി ഈ വിശ്വസ്തം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു ആത്മാവിന്റെ ഫലമാണ്. അത് വായിച്ച് ഗലാത്യർ 5:22-23 വായിച്ച്. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 22-23. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 22-23. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22 and 23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. മതി. അതിലൊരു കാര്യമാണ് വിശ്വസ്തത. ഉറക്കെ പറ, വിശ്വസ്തത. ആത്മാവിന്റെ ഫലം, നമ്മുടെ അകത്ത് വീണ ക്രിസ്തുവിന്റെ ഫലം പുറത്തു വരുന്ന വിശ്വസ്തത കാണിക്കണം. ഉറക്കെ പറ, വിശ്വസ്തനായിരിക്കണം എന്ന് പറഞ്ഞാൽ. വിശ്വസ്തനായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തുകൂടെ കാണിക്കണം? ഫലം പുറപ്പെടുവിക്കും. ഇപ്പൊ നമ്മളെല്ലാം ദൈവം വിളിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ, വിശ്വസ്തനാണ് ദൈവം. അവനെയാണ് വെൽഡൻ എന്ന് പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. നമ്മുടെ വിശ്വസ്തത, നമ്മള് ഒരു വാക്ക്, മനോഹരമായ ഒരു വാക്ക്. ഈ സ്നാനപ്പെട്ട്, ഞാൻ അവധിലേക്ക് വരാം, സദൃശ്യവാക്യം 28 എടുത്തേ. നമ്മൾ സ്നാനപ്പെട്ട് കയറുമ്പോൾ ദൈവദാസൻ കൈവച്ച് അനുഗ്രഹിക്കുന്ന വാക്കെന്തുവാ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, എന്നാൽ നിനക്ക് ജീവകിരീടം. അപ്പൊ നീ സ്നാനപ്പെട്ട് നിന്റെ ജീവിതയാത്ര തുടങ്ങാം. മരണം വരെ നീ എന്തായിരിക്കണം? വിശ്വസ്തനായി. എവിടൊക്കെ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തായിരിക്കണം? ഒന്ന് ശ്രദ്ധിച്ചേ, 3-4 കാര്യങ്ങൾ പറയാം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബത്തിൽ നമ്മൾ എന്തായിരിക്കണം? കുടുംബജീവിതത്തിൽ വിശ്വസ്തത. അടുത്തത് വിശ്വസ്തത നമ്മുടെ സഭയുമായി, സൊസൈറ്റിയുമായി, നാം ചെയ്യുന്ന ജോലിയുമായി നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്ത. സാമ്പത്തിക കാര്യത്തിൽ വിശ്വസ്തയായിരിക്കും. ദൈവം തരുന്ന സമയം, ദൈവം തരുന്ന ടാലന്റുകൾ, കഴിവുകൾ, റിസോഴ്സുകൾ, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തനായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്ത. കുടുംബത്തിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്ത. സമൂഹത്തിൽ,
ജോലിയിൽ, അല്ലെങ്കിൽ സഭ കൂട്ടായ്മ ബന്ധത്തിൽ എന്തായിരിക്കണം? വിശ്വസ്തനായി. ദൈവം അതാ നോക്കുന്നേ. ഫെയ്ത്ത്ഫുൾ ആകുക, വിശ്വസ്തനാകുക. അതിനകത്തൊരു ഭയങ്കര അനുഗ്രഹമുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. വിശ്വസ്തത കാണിക്കുന്നതിൽ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്, ദൈവത്തിന്റെ കവറേജ് ഉണ്ട്, ദൈവത്തിന്റെ നന്മയുണ്ട്. ഹല്ലേലൂയ. അത് ചിലർക്ക് മനസ്സിലാകും. നമ്മൾ വിശ്വസ്തനായിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമുക്ക് വീരമുള്ളവർക്ക് ഏത് അതോറിറ്റി ആയിരിക്കട്ടെ, നമ്മൾ വിശ്വസ്തനായിരിക്കുക. ആ വിശ്വസ്തതയ്ക്കകത്ത് ഒരു വലിയ അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് തരുന്ന സമയം, നമുക്ക് തരുന്ന കഴിവുകൾ ഇത് കുടിച്ചു മൂടാനുള്ളതല്ല. അതിൽ നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ ഉപയോഗിക്കണം. എത്ര സമയം നിങ്ങൾ ആലോചിച്ച് നോക്കെ, ദൈവം ഒരു ദിവസത്തിൽ നമുക്ക് എത്ര സമയം തരും? എത്ര സമയം നമുക്ക് വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ പറ്റും? ഒന്ന് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒന്നിരിക്കാൻ, നമ്മുടെ കുടുംബത്തിനിരിക്കാൻ, ദൈവസഭയ്ക്ക്, ദേശത്ത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാണ്? നമുക്ക് സമയം കിട്ടുമ്പോൾ എത്ര ഒരു വാക്ക് കർത്താവെ നശിച്ചു പോകുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എന്തൊക്കെ വിഷയം നമുക്കുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾ. നമുക്ക് ദൈവം തരുന്ന സമയത്തെ നമ്മൾ വെറുതെ കളയരുത്. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വലിയ അംഗീകാരം ഒന്നും ചിലർ തന്നിരിക്കാം, അതൊന്നും വിഷയമല്ല. അതിലൊന്നും വലിയ പുകഴ്ച വരികയും ചെയ്യരുത്. ഒരാൾ നമ്മളെ പൊക്കിയെന്നും പറഞ്ഞ് നമ്മൾ വലിയ സന്തോഷിക്കേണ്ട. ആരും എന്നെ പൊക്കിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുകയും വേണ്ട. ഹല്ലേലൂയ. ഇതിനെല്ലാം വേണ്ടത് എവിടാന്നറിയാമോ? അങ്ങ് മേളി ദൈവം കാണുന്നുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അങ്ങ് ചെല്ലുമ്പോ, എന്റെ അപ്പന്റെ മുഖത്ത് ചെല്ലുമ്പോ എനിക്ക് കേൾക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്, വെൽ ഡൺ, വെൽ ഡൺ. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനോടും, ദൈവ കുഞ്ഞിനോടും ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ ദൈവം ഇടയാക്കണം. എത്ര പേർക്ക് അതിന് തയ്യാറുണ്ട്? എത്ര പേരതിന് തയ്യാറാണ്? നമ്മളെ കുറിച്ച് ദൈവം അങ്ങനെ പറയണം. നമ്മളെ രക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചത്, ഇത്രത്തോളം ദൈവം ചെയ്തത്, ഓരോ നിമിഷം ദൈവം കാത്തത്, ദൈവം പരിപാലിച്ചത്, അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ വെൽ ഡൺ, വെൽ ഡൺ എന്ന് പറയാൻ, ഫെയ്ത്ത്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ, വിശ്വസ്തനും ഫലം കായ്ക്കുന്നവനായി മാറാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ദൈവത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ, സൊസൈറ്റിയിൽ, ജോബിൽ, ചർച്ചിൽ, സാമ്പത്തികത്തിൽ, സമയത്തിൽ, ദൈവം തന്ന ടാലന്റിൽ നമ്മൾ എന്തായിരിക്കുക? വിശ്വസ്തനായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സദൃശ്യവാക്യങ്ങളെ വാക്ക്, ഹല്ലേലൂയ, 28:20 വായിച്ച്. സദൃശ്യവാക്യം 28, നിങ്ങൾ ആരും അധികം ശ്രദ്ധിക്കാത്ത വചനങ്ങളാ. വിശ്വസ്ത പുരുഷൻ 28:20 എടുത്തു. മോനെ സ്ക്രീനിൽ കാണിച്ചാൽ നല്ലതായിരിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. ഓക്കെ, ഞാനത് മലയാളത്തിൽ, നല്ല മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. വിശ്വസ്ത മനുഷ്യൻ സമൃദ്ധമായി അനുഗ്രഹം പ്രാപിച്ചിരിക്കും. മറ്റു രീതിയിൽ ബന്ധപ്പെട്ട അവിശ്വസ്തത കാണിക്കുന്നവരെന്താകത്തില്ല? ശിക്ഷ വരാതെ. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? വിശ്വസ്തനായിരിക്കാൻ. നമുക്ക് അല്പത്തിൽ വിശ്വസ്തനെ, ചില സമയത്ത് നമുക്ക് അല്പമേ ശക്തി ബലം കാണത്തുള്ളൂ. അല്പത്തിൽ വിശ്വസ്ത. ചെറിയ ആട്ടുകുട്ടമേ ഭയപ്പെടേണ്ടെന്നാ പറഞ്ഞത്. ചെറിയ ആട്ടുകുട്ടമേ ഭയപ്പെട്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ പ്രസാദിച്ചു. അപ്പൊ അല്പത്തിൽ ഒരു വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്കുകൾ പ്രാർത്ഥിച്ച് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം, ഒത്തിരി ഉണ്ട്, പക്ഷെ നമ്മളെ സമയത്തിനോട് നിർത്തിയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം എല്ലാവരും എടുക്കുക. 7-8 വാക്യങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നു അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്റെ നാമം നിനക്ക് അല്പമേ ശക്തി
ബുദ്ധിയുള്ളെങ്കിലും നീ എന്റെ നാമം നിഷേധിക്കാത്തതുകൊണ്ട്, എന്റെ വചനം നീ വിശ്വസ്തത കാത്തുകൊണ്ട് ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വിശ്വസ്തയോടെ നിൽക്കുന്നവരോട് ദൂത് പറയാ, അല്പമേ ശക്തിയുള്ളതിലും നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിനക്ക് പ്രതീക്ഷിക്കാത്ത വാതിൽ തുറക്കും. ദൈവം നിന്നെ അധികത്തിലും വിചാരകനാക്കും. 8ാം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ചിലരുടെ ദൂത് പറയുന്നു, നമുക്ക് ഉണർന്നിരിക്കുന്ന ബുദ്ധിയുള്ളവരായി, വിശ്വസ്തരായി, ഫലം കായ്ക്കുന്നവരായി മാറാം. ദൈവം നമുക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കിയ ചില ഡോറുകളുണ്ട്. കരമടിച്ചൊന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റിയേ. അല്പമേ ശക്തിയുള്ളെങ്കിലും നീ വചനം കാത്തുകൊണ്ട് നിനക്ക് വേണ്ടി ദൈവം ചില ഡോറുകളെ തുറക്കും. ചിലർക്ക് വേണ്ടി ദൈവം തുറക്കട്ടെ. ദൈവം ചിലർക്ക് വേണ്ടി തുറക്കട്ടെ. എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വിശ്വസ്തനാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നെ.